നമസ്കാരം. ഞാൻ കർണൻ എന്ന മൂവി അതൊരു വലിയ ഹ്യൂജ് സക്സസിന്റെ കഥയാണ്. അതായത് കഴിഞ്ഞ ഒരു 2 വർഷക്കാലം കൊണ്ട് യൂട്യൂബിൽ 3.5 മില്യൺസ് അടിച്ച ഒരു മലയാളം മൂവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ കർണൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ സിനിമയുടെ വൻ സക്സസിന് ശേഷം ഇപ്പോൾ അതിന്റെ 2ാം പാർട്ടുമായിട്ട് എത്തിയിരിക്കുകയാണ് അണിയറക്കാർ. അതിന്റെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ഒപ്പം സിനിമയുടെ പ്രൊഡ്യൂസറും കൂടെ ആയ മിസ്റ്റർ പ്രദീപ് രാജാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനോട് ചോദിക്കാം ഫസ്റ്റ് മൂവിയുടെ സക്സസിന് ശേഷം എന്തായിരുന്നു ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിയത് എന്ന്. നമസ്കാരം. ഞാൻ കർണൻ ഫസ്റ്റ് പാർട്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ഒരു റെസ്പോൺസ് കിട്ടി. ഇപ്പോൾ ഓൾമോസ്റ്റ് 3.5 മില്യൺസ് ഈ പറഞ്ഞ കണക്ക് അത്രയും വ്യൂസ് കിട്ടി. നല്ല നല്ല കമന്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടി. അങ്ങനെയാണ് ഈ അല്ലെങ്കിലും ഡിസൈഡഡ് ആയിരുന്നു ഒരു പാർട്ട് സെക്കൻഡ്. കാരണം ആ സ്റ്റോറിയുടെ മെയിൻ ക്രക്സ് ഇരിക്കുന്ന ഈ പാർട്ട് സെക്കൻഡിലാണ്. അങ്ങനെ അല്ലെങ്കിലും ആൾക്കാരെല്ലാം വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഒരു സെക്കൻഡ് പാർട്ട് ഇത്ര ലേറ്റ് ആവുന്നു, എന്തുകൊണ്ട് വരുന്നില്ലെന്നൊക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ സോങ് റെക്കോർഡിങ്ങും ഒരു പാട്ട് മധുബാലകൃഷ്ണനും ഒരു പാട്ട് ചിന്മയ ശ്രീപദയും പാടി. അങ്ങനെ സോങ്സും യൂട്യൂബിൽ നല്ല സക്സസ് ആയി ഓടുന്നുണ്ട്. ഇപ്പൊ അതിന്റെ പിക്ചറൈസേഷൻ എല്ലാം കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാം കഴിയാറായി ഇപ്പം. സോ ഈ ഫസ്റ്റ് പാർട്ടിൽ ഞങ്ങൾക്ക് കിട്ടിയ സ്നേഹവും ആ ഒരു സപ്പോർട്ടും സെക്കൻഡ് പാർട്ടിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ടും ഹ്യൂജ് സക്സസ് ആവട്ടെ. മറ്റൊരു കാര്യം, ഇതിലെ പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ ഒരു പരിധിവരെ ടൈറ്റിൽ റോൾ എന്ന് പറയാവുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് വിജയിപ്പിച്ചു. ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിരുന്നു, വളരെ ഗംഭീരമായിരുന്നു. സെക്കൻഡ് പാർട്ടിലെ ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു അഭിനയിക്കും? സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ട് ആയിരുന്നപ്പോൾ അതിനകത്ത് എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ആണ് ആൾക്കാരിൽ നിന്ന് ഫസ്റ്റ് പാർട്ടിന്റെ സക്സസ് ആയി ആ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ ഒന്നുകൂടെ എല്ലാം നന്നായിട്ട് കൂടി അത് ഒന്നുകൂടി നന്നാക്കി അവതരിപ്പിക്കണമെന്നുള്ള ഒരു ടെൻഷനും. അല്ലാതെ വേറെ അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എല്ലാം ഭംഗിയായിട്ട് എല്ലാം ചിത്രീകരണം എല്ലാം കഴിഞ്ഞു. നൗ വി ആർ ഓൾ സെറ്റ്. എഴുത്തുകാരൻ MT അപ്പൻ സാറിന്റെ കഥയാണല്ലോ. അപ്പോ ആ കഥയോട് എത്രത്തോളം രീതി പുലർത്താൻ ആസ് എൻ ആക്ടർ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് നിങ്ങൾ ഇതെല്ലാം നാച്ചുറൽ ഇത് തന്നെയായിരുന്നു. അങ്ങനെ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ട് ഞാൻ ചെയ്തതല്ല. സിറ്റുവേഷൻസ് അവിടെ വരുന്നു, അതിന്റെ അനുസരിച്ച് എന്താന്ന് വെച്ചാൽ അപ്പൊ തന്നെ അതിന്റെ പ്രകാരം ആക്ട് ചെയ്യുന്നത് അതിന്. ഓക്കെ, ബാക്ക് ടു വ്യൂവേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ലൈക്ക് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു മോറൽ പറയുന്ന ഒരു സ്റ്റോറി ഒക്കെയാണ്, കുടുംബ പശ്ചാത്തലമാണ്. അതെ, ഇറ്റ്സ് എ ഫാമിലി സ്റ്റോറി. ഫസ്റ്റ് പാർട്ടിൽ കണ്ട കണക്ക് തന്നെ ഈ സെക്കൻഡ് പാർട്ട് അതിനെക്കാട്ടി നല്ല സക്സസ് ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ. ഞങ്ങൾ അതിന് ഉള്ള എല്ലാം ഞങ്ങളുടെ ഫുൾ എന്താ പറയുന്നത് ഞങ്ങളുടെ എഫേർട്ട് എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിന് തന്ന ബ്ലെസ്സിങ്സും ആ സപ്പോർട്ടും സെക്കൻഡ് പാർട്ടിനും ഉണ്ടാവണം. താങ്ക് യു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഞാൻ കർണൻ 2.